നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പോണത് അടുത്തതായിട്ട് റിബണിലേക്കാണ്. ഞാനൊരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ ഭാഗമാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്, ഈ ഒരു ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോർഷൻ. അപ്പോൾ ഈ റിബണിൽ കുറേ മെനു ഉണ്ട്. ആ മെനുകളും അതിനെ എങ്ങനെയാണ് ഈ റിബൺ അതിനനുസരിച്ച് കറസ്പോണ്ടായിട്ട് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമുക്ക് നോക്കാം. ആദ്യത്തെ മെനു എന്ന് പറയുന്നത് ഹോമാണ്. അപ്പോൾ ഈ ഹോം ടാബ് ഇപ്പോൾ മെനു ഹൈലൈറ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് ആ ഹോമിൻ്റെ അണ്ടറിൽ നിങ്ങളൊരു വര കാണുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ കാണുന്ന മെനൂസ് എല്ലാം ഹോം എന്ന് പറയുന്ന മെയിൻ മെനുവിൻ്റെ സബ് മെനൂസാണ്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇതിനെല്ലാം ഗ്രൂപ്പ് ചെയ്തേക്കുന്നതാണ്. ഇതുകൊണ്ട് ഒരു ലൈൻ വെച്ചിട്ട് ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെക്ഷൻ വീണ്ടും ഗ്രൂപ്പ് ചെയ്തേക്കുന്നുണ്ട്. ഇവിടെ ഒരു വരയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ പേര് കണ്ടോ, ഫോണ്ട് എന്ന് പറയുന്ന സബ് മെനു ആണ്. വീണ്ടും നിങ്ങൾ പോയാൽ അടുത്തതിനെയും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അലൈൻമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണെന്ന് മുമ്പോട്ടുള്ള വീഡിയോകളിൽ പഠിക്കും. അത് നമുക്കിപ്പം വിട്ടുകളയാം. നമ്മളിപ്പോൾ ഈ മെയിനായിട്ട് ഈ റിബൺ എന്താണെന്ന് മാത്രമാണ് ഇപ്പം നോക്കുന്നത്. ഇനി നിങ്ങൾ അടുത്ത മെനുവിലേക്ക് പോവുക. ഇൻസേർട്ടിലേക്ക് പോയാൽ ഈ റിബൺ ആകെപ്പാടെ മാറി. ഇൻസേർട്ടിലും ഇതുപോലെ തന്നെ സബ് മെനു ഉണ്ട്. ഇതുണ്ടോ, ഈ സബ് മെനുവിൻ്റെ പേരാണ് ടേബിൾസ് എന്നാണ്. ടേബിൾസിനകത്ത് കുറച്ച് ടൂളുകൾ വേറെയുണ്ട്, നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളുകളാണ്. അടുത്ത് നിങ്ങൾ കണ്ടോ, ഇല്ലുസ്ട്രേഷൻസാണ്. ആ ഇല്ലുസ്ട്രേഷൻസ് ഒരു ടൂളാണ്. ഇതിൻ്റെ മൊത്തം ഈ ഗ്രൂപ്പിൻ്റെ പേരാണ് ആഡിൻസ് ആണ് നമുക്ക്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടോ, ഷേപ്പൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഇതുണ്ടോ. അപ്പം ഓരോ സബ് മെനുവിലും ഓരോ ടൂളുകളുണ്ട്. ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ എന്ന് പറയുന്ന ടാബിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ടച്ച് സ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെന്നോ സ്റ്റൈലസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിന് ഡ്രോ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മെനുവിലേക്ക് പോയാലോ, പേജ് ലേ ഔട്ട്. അപ്പോൾ പേജ് ലേ ഔട്ട് എടുത്തപ്പോൾ റിബണിലെ നിങ്ങൾക്കറിയാം മെനൂസ് മാറി. അപ്പോൾ ഈ മെയിൻ മെനുവിനനുസരിച്ച് ഈ റിബണിലെ ടൂൾസ് എല്ലാം മാറും. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ടൂൾസിനെ മെയിൻ മെനുവിനെ താഴെ റിബണിൽ സബ് മെനൂസ് ഉണ്ട്, അതിനെല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സബ് മെനുവിലെ ഓരോ ചെറിയ ഐറ്റവും നമ്മൾ ഇനി ഫ്യൂച്ചറിൽ മുമ്പോട്ടുള്ള വീഡിയോയിൽ പലതും പരിചയപ്പെടും. അപ്പോൾ ഇതാണ് റിബൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ. പിന്നെ ഈ റിബണിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈ റിബൺ ഒരു തടസ്സമാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു 10 ഇഞ്ചിൻ്റെ ചെറിയൊരു ടാബ്ലറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വർക്ക് ഏരിയയുടെ ഒരു നല്ല ശതമാനം ഇത് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റിബൺ വർക്ക് ചെയ്യുമ്പോൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ടങ്ങ് കയറിപ്പോയിക്കോളൂ. ഇനി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ മെനുവിൽ വന്നിട്ട് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇതാണ് റിബൺ എന്ന് പറയുന്ന മെനു. ഈ റിബണിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ പഠിച്ചതാണ്, ഇവിടെ നമുക്ക് ഫോർമുല ബാറുണ്ട്. അത് നമ്മളിപ്പം ജസ്റ്റ് പിന്നെ പോകുമ്പോൾ പഠിക്കും, എങ്കിലും ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ സെല്ലിനെ നമുക്ക് ഫോർമുലകൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഫോർമുലാസ് എൻ്റർ ചെയ്യുന്നത്. ഈ സെല്ലിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെല്ലിൻ്റെ നെയിമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ മെയിൻ വർക്ക് ബുക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ റിബൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു മെയിൻ മെനു, ആ മെയിൻ മെനുവിൻ്റെ സബ് മെനൂസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പോർഷനാണ് റിബൺ എന്ന് പറയുന്നത്.